وعلى آله وصحبه أجمعين. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. صدق الله العلي العظيم. زر ضريح المصطفى وزد إقامة به. زرت حميم زاميا عن قلبك زلزال زال. لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. الله سبحانه وتعالى പരിശുദ്ധമായ റമദാനിൻ്റെതായ രാപ്പകലുകളെ അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. റമദാനിന്റെ രണ്ടാമത്തെ നോമ്പാണ്. ഈ നോമ്പിനെ അല്ലാഹുവിന്റെ അടുക്കൽ കബൂലിയത്തുള്ളതാക്കി അല്ലാഹു മാറ്റുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, പരിശുദ്ധമായ റമദാനിൻ്റെതായ രണ്ടാമത്തെ ദിവസം നമ്മൾ നിലനിൽക്കുമ്പോൾ അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ ദിനരാത്രങ്ങളാണെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതായ പരിശുദ്ധമായ രാവുകളാണ്, പരിശുദ്ധമായ ദിനരാത്രങ്ങളാണ് നമ്മളിലൂടെ കടന്നു പോകുന്നത്. ഹബീബായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ മൻ ഫരിഹ ബിദുഖൂലി റമളാൻ ഹറമല്ലാഹു ജസദഹു അലൻ നീറാൻ. ആരെങ്കിലും പരിശുദ്ധമായ റമദാൻ കടന്നു വന്നത് കാരണത്താൽ സന്തോഷിച്ചു കഴിഞ്ഞാൽ, സന്തോഷമുള്ളവരായി കഴിഞ്ഞാൽ, ഹറമല്ലാഹു ജസദഹു അലൻ നീറാൻ, നരകാഗ്നിയിൽ അവന്റെ ശരീരം കടക്കൂലെന്നാണ്. അത്രമേൽ മഹത്വമാണ് ഒരു സന്തോഷം എന്നുള്ളതായ ആ ഒരു പ്രവണത. പരിശുദ്ധമായ റമദാൻ കടന്നു വരുമ്പോഴുള്ള സന്തോഷത്തിന്റെ കാര്യമാണ് ഈ ഒരു മഹത്വം. മാത്രമല്ല അവ്വലുഹു റഹ്മ, പരിശുദ്ധമായ റമദാനിൻ്റെതായ ആദ്യത്തെ 10 ദിനരാത്രങ്ങൾ റഹ്മത്തിന്റെ 10, കാരുണ്യത്തിന്റെ ദിനരാത്രങ്ങളാണ്. കാരുണ്യം കൊണ്ട് അല്ലാഹു ഭൂമി ലോകത്ത് വളരെ പ്രത്യേകമാക്കപ്പെട്ട ദിനരാത്രങ്ങളാണ്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, നമ്മൾ കരുണ ചെയ്യണം. നമ്മുടെ സഹോദരങ്ങളോട്, അയൽവാസികളോട്, നമ്മുടെ കുടുംബക്കാരോട്, നമ്മുടെ പ്രിയപ്പെട്ടവരോട് നമ്മൾ കരുണയുള്ളവരാകണമെന്ന് വിശുദ്ധമായ ദീനുൽ ഇസ്ലാം നമ്മോട് പഠിപ്പിച്ചതാണ്. അതുകൊണ്ടാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കും, എന്നാൽ ആകാശത്തുള്ളവർ നിങ്ങളോടും കരുണ ചെയ്യുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, റമദാനിന്റെ നോമ്പ് നമ്മൾ മറന്നുപോകാൻ പാടില്ല. റമദാനിന്റെ നോമ്പിനെ നമ്മൾ അശ്രദ്ധയായി കാണാൻ പാടില്ല. അല്ലാഹു വളരെ നിർബന്ധ ബുദ്ധിയോടുകൂടെ പറഞ്ഞ കാര്യമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. അല്ലയോ വിശ്വാസികളെ, നിങ്ങളുടെ മേൽ നോമ്പിനെ നാം നിർബന്ധമാക്കിയിരിക്കുകയാണ്. നിങ്ങളുടെ മുമ്പുള്ളവർക്ക് നിർബന്ധമാക്കിയതുപോലെ
നിങ്ങളുടെ മേലും ഞാൻ നോമ്പിനെ നിർബന്ധമാക്കിയിരിക്കുകയാണ്. ലഅല്ലകും തത്തഖൂൻ, നിങ്ങളുടെ വിശ്വാസം ദൃഢമാകാൻ വേണ്ടി, അല്ലാഹുവിനോടുള്ളതായ സൂക്ഷ്മത ദൃഢമാകാൻ വേണ്ടിയാണത്രേ. അല്ലാഹുവേ, റമളാൻ മുഴുവനും നോമ്പിനെ നോറ്റ് വീട്ടാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. അത് മാത്രമല്ല മുഅ്മിനീങ്ങളെ, ഇത് പരിശുദ്ധമായ ഖുർആനിന്റേതായ വാർഷിക മാസമാണ്. ഖുർആനിന്റേതായ വാർഷിക മാസമാണ്. ഈ റമളാനിൽ നമ്മൾ ഒരുപാട് ഖുർആൻ പാരായണം ചെയ്യണം. ഖുർആനാണ് ഏറ്റവും നല്ല മരുന്ന്. ഖുർആനാണ് ഏറ്റവും നല്ല മരുന്നെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതുപോലെ ഖൈറുദ് ദവാഇ അൽ ഖുർആൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, ഏറ്റവും നല്ല മരുന്നെന്ന് പറയുന്നത് അത് പരിശുദ്ധമായ ഖുർആനാണ്. ഇത് കാരുണ്യത്തിന്റെ ദിനരാത്രങ്ങളാണ്. നമ്മൾ നമ്മുടെ അയൽവാസികളോട്, നമ്മുടെ കുടുംബക്കാരോട്, നമ്മുടെ പ്രിയപ്പെട്ടവരോട് കരുണ ചെയ്തു കഴിഞ്ഞാൽ ആകാശത്തുള്ളവർ നമ്മളോടും കരുണ ചെയ്യുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കരുണ അതിന്റെ വിഷയമാണ്. നമ്മൾ കരുണ കാണിക്കണം. കരുണ നമ്മുടെ ഉള്ളിൽ വെച്ചത് കൊണ്ടൊന്നും ആയിട്ടില്ല. കാരുണ്യത്തിന്റെ ദിനരാത്രങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കരുണ നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവരോട് കാണിച്ചേ മതിയാവും. അത് ഭക്ഷണം കൊടുത്തുകൊണ്ട്, സഹായങ്ങൾ കൊടുത്തുകൊണ്ട്, ഒരു ചെറിയൊരു പുഞ്ചിരി കൊണ്ട്, ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട്, അങ്ങനെ വിവിധ മേഖലകളിലായി നമുക്ക് കരുണ ചെയ്യുവാനുള്ള അവസരങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തരാൻ. അപ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, മുഅ്മിനീങ്ങളെ, നമ്മൾ കരുണ ചെയ്യണം. കാരണം പറഞ്ഞുവല്ലോ, ഈ റമളാൻ കടന്നു വന്ന് സന്തോഷിച്ചത് കാരണത്താൽ നമ്മുടെ ശരീരം നരകത്തിൽ ഹറാമാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലെ നരകത്തിൽ നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണം. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. ശരീരത്തെയും അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബത്തിനെയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും അത് നരകത്തെ തൊട്ട് കാക്കണമെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ പറയാം. നരകം നമുക്ക് അത്രമേൽ അള്ളാഹുവും ആഗ്രഹിക്കുന്നില്ല, മുത്തുനബിയും ആഗ്രഹിക്കുന്നില്ല, നമ്മളും ആഗ്രഹിക്കാൻ പാടില്ല. അല്ലെ, നരകം അത്രമേൽ മോശം. നരകത്തിൻ്റെതായ കാര്യം പറയുകയാണെങ്കിൽ അത്രമേൽ ഹീനമാണ്. അതുകൊണ്ട് പരിശുദ്ധമായ റമളാനിൻ്റെതായ ഈ ദിനരാത്രങ്ങൾ നമ്മൾ ഏറ്റവും നല്ല രീതിയിലാക്കി മാറ്റണം, ഏറ്റവും സന്തോഷത്തിലാക്കി മാറ്റണം. കരുണയുടെ മനസ്സ് നമുക്ക് ഉണ്ടാകണം. കരുണയില്ലാത്തതായ ജഡപിടിച്ചതായ ദൃഢമായ ഹൃദയങ്ങൾ തുറന്ന് വെളിച്ചത്തിൻ്റെതായ കാരുണ്യത്തിൻ്റെതായ ദിനരാത്രങ്ങളുടെ പ്രഭ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം. അതിന് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതിന് ഒരുപാട് വഴികളുണ്ട്. അതിൽപ്പെട്ട ഒരു പ്രധാന ഘടകമാണ് പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുക, ഖുർആൻ നിരന്തരമായി ഓതുക. ഖുർആനിൻ്റെതായ പരിശുദ്ധമായ ഖുർആനിങ്ങൾ നോക്കിയിരുന്നാൽ തന്നെ എത്ര പ്രതിഫലം. അപ്പോൾ ഖുർആനിങ്ങൾ നോക്കിയിരുന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്നതായ കണ്ണിന്റെ കാഴ്ച അത് ഹൃദയത്തിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ വലിയ വെളിച്ചത്തിന് കാരണമാകും, വലിയ മാറ്റത്തിന് കാരണമാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരുപാട് സഹോദരങ്ങൾ, ഒരുപാട് സഹോദരിമാർ പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. മഹത്തരമായ മജ്ലിസിലൊക്കെ, പള്ളിയിലൊക്കെ പ്രത്യേകം ദുആ എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്ത് ഈ പരിശുദ്ധമായ സമയത്ത് നമുക്ക് പിരിയുന്ന വെള്ളിയാഴ്ചയാണ്. ഈ വർഷത്തെ റമളാനിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ്. നമ്മുടെ ദുആകൾക്ക്, നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഏറെ ഇജാബത്തുള്ള സമയങ്ങളാണ്.
നമ്മുടെ തേട്ടങ്ങൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ വലിയ സ്വീകാര്യതയുള്ള സമയങ്ങളാണ്. മുഅ്മിനീങ്ങളെ, ഈ വെള്ളിയാഴ്ച നമ്മൾ മറക്കാൻ പാടില്ല. ഈ വെള്ളിയാഴ്ചത്തെ സമയത്ത് നമ്മൾ നിസ്സാരവൽക്കരിക്കരുത്. അള്ളാഹു നല്ല തൗഫീഖ് നൽകുമാറാകട്ടെ. വഇലാ ഹദ്റത്തിൻ നബി സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ثم إلى حضرة شيخ المرحوم ويا مولانا نور الله مرقدا إلى حضرة باني الباقيات الصالحات الشيخ عبد الوهاب القادري قدس الله سره العزيز بل هو الشيخ ضياء الدين القادري قدس الله سره العزيز وعلى آله وأصحابه وأتباعه أجمعين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا وحبيبنا محمد. طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. ഈ പരിശുദ്ധമായ സമയങ്ങളെ ഞങ്ങളിൽ നിന്നും നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാരൊക്കെ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് റബ്ബേ. അവരുടെ ഹലാലായ മുറാദൊക്കെ നീ ഹാസിലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളോട് ഏതെല്ലാം ആവശ്യങ്ങൾ പറഞ്ഞ് ഏതെല്ലാം രീതിയിൽ ദുആ ചെയ്യാൻ പറഞ്ഞുവോ എല്ലാവരുടെ സദുദ്ദേശങ്ങളും നീ പൂർത്തിയാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നമ്മിൽ നിന്നും ആരെല്ലാം മരണപ്പെട്ടു പോയോ റബ്ബേ നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഖബറിടങ്ങളെ നീ വിശാലമാക്കണേ അല്ലാഹ്. സ്വർഗ്ഗം കൊടുക്കണേ അല്ലാഹ്. റമളാനിൽ ആരെല്ലാം ഞങ്ങൾക്ക് ഭക്ഷണങ്ങൾ തന്ന് സഹായിക്കുന്നുവോ, ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും തരുന്നുവോ അല്ലാഹുവേ റബ്ബേ എല്ലാവരെയും നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ആമീൻ പറയുന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ എല്ലാവരെയും നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. ഈ റമളാനിന്റെ പകലുകൾ ഞങ്ങൾക്ക് നീ അനുകൂലമാക്കണേ അല്ലാഹ്. പ്രതികൂലമാക്കല്ലേ തമ്പുരാനെ. നിന്റെ മഹദ ഫദ്ൽ കൊണ്ട് മുത്തനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹഖ് കൊണ്ട് റബ്ബേ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ ഓരോ മജ്‌ലിസുകളെയും നീ സ്വീകരിക്കണേ അല്ലാഹ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. صل على النبي سيدنا محمد آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. بفضله صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. صل على جميع الأنبياء والمرسلين. الحمد لله رب العالمين. السلام عليكم.